സുഹൃത്തുക്കളെ, എയർലോക്സ് കേൾത്തിട്ടിട്ടു പുതിയ വീഡിയോയിലേക്ക്. ഇത്തവണ ഞങ്ങൾ ഒരു സാമൂഹിക പ്രാധാന്യമുള്ള ഒരു വിഷയം കൂടി എടുത്തിടുകയാണ്. വീണ്ടും ഇത് ചേർത്തലയ്ക്കും വയറ്റിലേക്കും സമാന്തരമായുള്ള അരുക്കുറ്റി വഴിയുള്ള ഒരു നെടുമ്പ്രക്കാട് പാലം എന്ന സ്ഥലത്തിൽ നിന്ന് തിരിഞ്ഞ് പള്ളിപ്പുറം റൂട്ടിൽ പോകുന്ന, പള്ളിപ്പുറം തേക്കാട്ടുശ്ശേരി വഴി അരുക്കുറ്റിയിലേക്ക് എളുപ്പം പോകാവുന്ന ഒരു സമാന്തര റൂട്ടാണ്. അത് ചേർത്തലയ്ക്കും വയറ്റിലേക്ക് സമാന്തരമായ റൂട്ട് ചെങ്ങണ്ട വഴിയുണ്ട്. അത് കൂടാതെ അതിനേക്കാൾ എളുപ്പം ഒരു 6 കിലോമീറ്ററോളം കുറഞ്ഞു കിട്ടുന്നത് സമാന്തര റൂട്ടാണ്. ഈ കാണുന്നത് ഒരു പുതിയ 2 പാലം, ഇവിടെ വിളക്കുമരം പാലം എന്നൊരു പാലം പണിതിട്ടുണ്ട്. അതിനോടനുബന്ധിച്ചുള്ള സൈഡ് തുടർ റൂട്ടുകളാണ് ഈ കാണുന്നത്. സമാന്തര റൂട്ടുകളൊന്നും തന്നെ ഇവരെ ടാർ ചെയ്യുകയോ വികസിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഈ പാലം പണി കഴിഞ്ഞിട്ട് തന്നെ 3-4 മാസങ്ങളായി. പക്ഷേ ഇതിന് സമാന്തര റൂട്ട്, അത് പാലം ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകുന്നത് മുഴുവൻ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങളിലാണ്. റോഡ് മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞ് താറുമാറായി കിടക്കുകയാണ്. കണ്ടോ, ഒട്ടും തന്നെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇവിടെ ഒരു ചെറിയ ജംഗ്ഷൻ ഉണ്ട്, അവിടെ നിന്നൊക്കെ വളഞ്ഞ് തിരിഞ്ഞ് ഒക്കെ വേണം പോകാൻ. ഇതിനൊക്കെ വീതി കൂട്ടി ഒന്ന് ടാർ ചെയ്താൽ ഈ പറയുന്ന വിളക്കുമരം കാലത്തിന് അതിലേക്ക് കയറുകയും ചെങ്ങണ്ടപ്പാടത്തെ തിരക്ക് കുറയ്ക്കാനും ഒക്കെ നമ്മളെ സഹായിക്കും. പള്ളിപ്പുറം ഭാഗത്തേക്ക് പോകുന്നതിനും ധാരാളം ജനങ്ങൾ താമസിക്കുന്ന ഒരു ജനപ്രദ മേഖലയാണ്. പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന റോഡിങ്ങനെ കിടക്കാന്നിട്ട് കാലം കുറേയായി. ഇത് ശരിക്കും ഈ പാലത്തിൻ്റെ, ഇന്ന് ഞാൻ ആദ്യം കാണിച്ച പാലം, അത് വലിയൊരു പാലമാണ്. 2 ചെറിയ പാലങ്ങൾ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു പാലം വലിയ നീളത്തിൽ പണിതാണ്. ആ പാലം പ്രയോജനപ്പെടണമെങ്കിൽ ഈ റൂട്ട്, ഈ കാണുന്ന സ്ഥലങ്ങൾ കണ്ട വെള്ളക്കുഴി എന്ന് പറയാം. ഇതിനകത്തേക്ക് വണ്ടിക്കാരൻ പോയിട്ട്, ഒരു ബൈക്കുകാരൻ പോയിട്ട് പൊക്കിയെടുക്കാൻ വേണ്ടി വന്നു എന്നാണ് ഇപ്പോൾ നാട്ടുകാർ തന്നെ പറഞ്ഞത്. ബൈക്കും പോയി, കാർ യാത്രകളൊന്നുമില്ല. വല്ലപ്പോഴൊക്കെ ഏതെങ്കിലും അത്യാവശ്യക്കാർ മാത്രം പോകുന്നുള്ളൂ. ലോറികളോ മറ്റു വണ്ടികളോ ഒന്നുമില്ല. ആകെ ബൈക്കുകാരും കാൽനട യാത്രക്കാരാണ് ഉപയോഗിക്കുന്നത്. ഇത് ഒത്തിരി പ്രായം ചെന്നൊരു ചേട്ടൻ, ആ ചേട്ടൻ ആ കുഴിയിൽ നിന്ന് ഞങ്ങളാണ് പിടിച്ചു നോക്കി. അവിടുന്ന് ഇവിടുന്ന് ഒത്തിരി വണ്ടികൾ വരണുണ്ടായിരുന്നു. ആ വണ്ടിക്കാരും ഇതേപോലെ നിൽക്കേണ്ടി. ഇപ്പൊ ഒരു കാർ വന്നപ്പോൾ ഞാൻ ആ സൈഡിലോട്ട് പോയി. ഈ റോഡിന്റെ ശോചനാവസ്ഥ കാരണം കൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ റോഡ് നല്ല രീതിക്ക് തരണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു അഭിപ്രായം. ഈ റോഡ് പ്രദേശവാസികളുടെ എതിർപ്പാണ്. അവർക്ക് ഇതിലൂടെ പോകാൻ വളരെ ബുദ്ധിമുട്ടാണെന്നാണ് പറയപ്പെടുന്നത്. കാര്യം ഇത് തന്നെ ടാർ ചെയ്തിട്ടുണ്ട്. ഒരു വണ്ടി പോകുന്നുണ്ട്, വളരെ കഷ്ടപ്പെട്ടാണ് കാർ പോകുന്നത്. ഒരു ബൈക്കുകാരൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇവർ തന്നെ പറയുന്നുണ്ട്, ബൈക്കുകാരൻ കുഴിയെല്ലാം പൊക്കിയെടുത്ത കഥകളൊക്കെ പറയുന്നത്. അപ്പൊ അധികാരികളുടെ ശ്രദ്ധയിൽ ഈ സാധനം പെടുത്തണമെങ്കിൽ എത്ര വേണമെന്നറിയില്ല. ഇതിനെന്തൊക്കെ പുതിയ കോൺക്രീറ്റിങ്ങിന് ടാറിങ്ങിന് അനുവദിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷേ ഇതുവരെ അതിൻ്റെ കാര്യങ്ങളൊന്നും നടപടികളൊന്നും ആയിട്ടില്ല. അപ്പോൾ ഈ പാലത്തിൻ്റെ പ്രയോജനം